ഹലോ, വെൽക്കം ടു ഷാലൂസ് വേൾഡ്. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് കോമ്പിനേഷനായ നെയ്ച്ചോറും ബീഫ് കറിയുമാണ്. അപ്പോൾ ഈ ബീഫ് കറി ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. അതുകൊണ്ട് നല്ല എളുപ്പമാണ് നമ്മുടെ ബീഫ് കറി ഉണ്ടാക്കാൻ. അതുപോലെ ഒരു സിമ്പിളായൊരു നെയ്ച്ചോറും കൂടിയാണ് നമ്മുടെ കോമ്പിനേഷനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ പ്ലീസ് ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നത് മാത്രമല്ല, അവിടെ ഒരു തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കണും കൂടി കണ്ടില്ലേ, അതും കൂടി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്ത പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ ഉണ്ടാക്കുന്നത് ബീഫ് കറിയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ എല്ലുകളില്ലാത്ത ബീഫാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. അധികം കുക്കറിൽ ഇട്ടുമ്പോൾ വിസിലൊന്നും വേണ്ടി ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ചെറിയൊരു പാൻ എടുത്തിട്ട് അതിൽ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ എടുക്കാം. എന്നിട്ട് ആ വെളിച്ചെണ്ണയിൽ നമുക്ക് ഗരം മസാല ഇടാം. അപ്പോൾ ഗരം മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തക്കോല എടുത്തിട്ടുണ്ട് 1. അതേപോലെ കുറച്ച് ഏലക്ക ഒരു 5-6 എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു പട്ട എടുത്തിട്ടുണ്ട്. അത് പിന്നെ ബേ ലീവ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ കരയാമ്പും കൂടി എടുത്തിട്ടുണ്ട്. കരയാമ്പ് ഒരു 8-9 കരയാമ്പും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് സോട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കില്ലേ സ്റ്റൗവൊക്കെ ഒന്ന് ഓഫാക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് മസാലകളിടാം. അപ്പോൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, അതേപോലെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലോട്ട് കാശ്മീരി ചില്ലി പൗഡർ ഇടാം. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഞാനൊരു 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂണ് സാദാ നമ്മുടെ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടിയത് കുറച്ച് മീറ്റ് മസാലയാണ്. അപ്പോൾ മീറ്റ് മസാല ഞാനിവിടെ 1 ടേബിൾ സ്പൂണ് മീറ്റ് മസാലയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ സ്റ്റൗ ഓഫായിരുന്നു. ഒരു ചെറിയൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ ഒരു മസാലയുടെ സ്മെല്ല് പോകുന്നവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മസാല. ഇത് നമ്മളൊന്ന് വറുത്തരച്ചിട്ട് നമുക്ക് ബീഫിലോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം തന്നെ നമുക്കിങ്ങനെ മസാല ഒന്ന് വറുത്തെടുക്കാമെന്ന് പറയണത്. അപ്പോൾ വറുത്തെടുക്കുമ്പോൾ ഒരിക്കലും മസാല കരിയാതിരിക്കാൻ സൂക്ഷിക്കണം. അതേപോലെ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ മസാല നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ കഴുകി വെച്ച ഈ ബീഫിലോട്ട് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ബീഫിലോട്ട് ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് മസാലയും കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ മസാല നമുക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഒരു ചെറിയൊരു ഫ്രൈങ് പാനിൽ നമുക്കൊരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ എടുക്കാം. ഇതിലോട്ട് നമുക്ക് 1.5 സവാള ഇടാം. അപ്പോൾ മീഡിയം സൈസുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്. ബാക്കി ആരെ മാറ്റി വെച്ചോ, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കത് വേണ്ടി വരും. അപ്പോൾ അത് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് ഒരു 1.5 സവാള എടുത്താൽ മതി. പിന്നെ ഇതിലോട്ടൊരു 8 അല്ലി എന്താ പറയുക വെളുത്തുള്ളി, അതേപോലെ ഒരു 1/2 ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലോട്ട് ഇടാം. പിന്നെ കുറച്ച് കൂടുതൽ കറിവേപ്പില ഇട്ടിട്ടുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ്. അപ്പോൾ നമുക്ക് കറിവേപ്പിലൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് പിച്ചിടാം നമുക്കിതിലോട്ട്. എന്നിട്ട് ആ ഒരു സവാള അങ്ങനെ വല്ലാണ്ട് മൂക്കൊന്നും വേണ്ട, അങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയതിന് ശേഷം നമുക്ക് ആ സവാളയും ഇതിലോട്ട് നമുക്ക് ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ വെച്ച മസാലയിലെ അതിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായി ഒന്ന് തിരുമ്പിയെടുക്കാം. അപ്പോൾ ഈ തിരുമ്പിയെടുക്കണ സമയത്ത് നമുക്കൊരു 2 മിനിറ്റ് എങ്കിലും നമുക്ക് നന്നായിട്ട് തിരുമ്മണം. എന്നാലേ നമുക്ക് ഈ മസാലയ്ക്ക് ഇതിലോട്ട് ആഡായിട്ട് കിട്ടുള്ളൂ. നല്ല തിരുമ്മണം. അപ്പോൾ ആ ഒരു എന്താ പറയുക ഇതിൻ്റെ ബീഫിൻ്റെ ഒക്കെ വെള്ളവും എല്ലാതും കൂടി ഒന്ന് നന്നായിട്ട് പിടിക്കുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്കിത് കുക്കറിലിട്ടിട്ട് കുറച്ച് ഗ്രേവി ആവാൻ വേണ്ടിയിട്ട് ഞാനിതിലോട്ടൊരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിലിട്ടിട്ട് നമ്മൾ ബീഫൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ 4 വിസിൽ വേണ്ടി വന്നു നമുക്ക് ബീഫൊന്ന് വെന്ത് കിട്ടാൻ. ഇപ്പം നമ്മൾ എല്ലുള്ള ബീഫാണെങ്കിൽ ഒരു 8 വിസിലെങ്കിലും വേണ്ടി വരും. ഇത് എല്ലില്ലാത്തതായതുകൊണ്ടാണ് 4 വിസിലിൽ ഒതുങ്ങിയത് കേട്ടോ. ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം. സിമ്പിളായൊരു നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാൻ എടുത്തിട്ട് അതിലോട്ട് ഒരു 3.25 വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂണ് നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പട്ട, കരയാമ്പൂ, ഏലക്ക അതും കൂടി ഇട്ടിട്ടുണ്ട്. കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഈ വെള്ളം ഒന്ന് തിളക്കണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഞാനിവിടെ 2 കപ്പ് ജീര റൈസ് എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു 1/2 മണിക്കൂറിന് മുന്നേ നമ്മൾ കഴുകി വൃത്തിയാക്കി വെക്കുന്നതാണ്. എന്നിട്ട് ആ വെള്ളം എല്ലാം കളഞ്ഞതിന് ശേഷമാണ് ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. എക്സ്ട്രാ വെള്ളം നമ്മൾ ആഡ് ചെയ്യേണ്ട. 2 കപ്പിന് 3.25
കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ വെള്ളം തിളക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തന്നെ നമ്മൾ റൈസൊക്കെ ഒന്ന് കുക്കായിട്ട് വരും. അപ്പോൾ നമുക്കത് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചോറൊക്കെ കണ്ടോ ഒരുവിധം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്നും കൂടി അടച്ച് വെച്ചിട്ട് ഒരു 8-10 മിനിറ്റോളം നമുക്കൊന്ന് ഒരു ലോ തീയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തന്നെ നമ്മൾ ചോറൊക്കെ ഒന്ന് എല്ലാം വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം ചോറൊന്ന് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. കണ്ടോ എളുപ്പമാണ് ചോറുണ്ടാക്കാൻ, വല്ലാണ്ട് പണിയൊന്നുമില്ല. ഇനി നമുക്കിതിൽ വേണമെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് മല്ലിയില ഒന്ന് മേലെ ഒന്ന് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിലൊരു ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറ് റെഡി ആവുന്ന സമയത്ത് തന്നെ നമ്മുടെ കുക്കറിലുള്ള ബീഫും ഇവിടെ വെന്ത് നന്നായിട്ടൊന്ന് റെഡി ആയിട്ടുണ്ട്. കണ്ടോ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്. ഒരു അധികം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, നമ്മൾ ഒരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല തിളച്ചിരിക്കുന്നുണ്ട്, നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇനി ഇതിലോട്ട് കുറച്ചും കൂടി അഡീഷണലായിട്ട് നമുക്ക് കുറച്ചും കൂടി സാധനങ്ങൾ ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. അതിലോട്ട് നമുക്കൊരു തേങ്ങാക്കൊത്ത് ഇടാം. അപ്പോൾ തേങ്ങാക്കൊത്ത് ഒരു അരമുറി തേങ്ങാക്കൊത്താണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോൾ തന്നെ നല്ലൊരു മണം വരും, കാരണം വെളിച്ചെണ്ണയും അതേപോലെ നമ്മുടെ തേങ്ങാക്കൊത്തും. അതിലോട്ട് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കണ ഒരു സവോള ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ ഒരു മീഡിയം സവോള ഞാനിതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു 2-3 കീറിയ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ സവോളക്ക് നന്നായി ഒന്ന് സോട്ട് ചെയ്തിട്ടെടുക്കാം. ഒരു ചെറിയ ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ, ഒരുപാട് ഹൈ ഫ്ലെയിമിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇപ്പം തന്നെ നമ്മുടെ സവോളയും അതേപോലെ നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗണൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിലും കൂടി ആഡ് ചെയ്യാം. എന്നിട്ടൊരു 1/2 ടീസ്പൂണ് വറ്റൽമുളക് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് അതുപോലെ നമ്മൾ കുരുമുളകൊന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അതും 1/2 ടീസ്പൂണാണ് ഇട്ടിരിക്കുന്നത്. ഒരുപാട് എരിവ് ഇടണ്ട, ഇതിന് അത്യാവശ്യത്തിന് നല്ല എരിവ് കിട്ടും കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് ഒരു ചെറിയൊരു തക്കാളി, നല്ലൊരു മൂത്ത തക്കാളിയും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബീഫ് ഇതിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ നല്ല ബീഫൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ഈ മസാലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ബീഫ് റെഡി ആയിട്ടുണ്ടാവും. ഒരു ഇച്ചിരി വെളിച്ചെണ്ണ അതിൻ്റെ മേലൊന്ന് തൂക്കി കൊടുത്താൽ മതി, കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടോ ആ ഒരു പേരിന്. അപ്പോൾ നല്ലൊരു സ്മെല്ലും കൂടിയും കിട്ടും. എന്നിട്ട് നമുക്ക് നല്ലൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ മസാലയും അതേപോലെ നമ്മളിപ്പോൾ ഇട്ട മസാലയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് മല്ലിയിലയും അതേപോലെ കുറച്ച് കറിവേപ്പിലും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് കുറച്ച് ഫ്രഷായ നമ്മുടെ കുറച്ച് അര സവാള ഉണ്ടായിരുന്നല്ലോ, അതും കൂടി ഇതിലോട്ട് ഇടാം. അപ്പോൾ എന്താ പറയുക, ഒന്ന് കടിക്കാനൊക്കെ കിട്ടും. ഇനി നമുക്കിതൊന്ന് നന്നായി ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് മതി കേട്ടോ, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. അപ്പോൾ തന്നെ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, അത്ര വലിയ പണിയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറും അതേപോലെ നമ്മുടെ ബീഫ് നല്ല വറുത്തരച്ച ബീഫും ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരണ വരെ ബൈ.